ഹലോ, എസ്ട്ര ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ ക്ലിയറൻസ് സെയിലിന്റെ ലാസ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് 2 വീഡിയോസിനകത്തും സബ്സ്ക്രൈബർ കളക്ഷനിലും അതുപോലെ ഹാൻഡ് പിക് കളക്ഷൻ, മിഷൻ എംബ്രോയിഡറി കളക്ഷൻസിനകത്തൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് സാരീസ് ഡിസ്കൗണ്ട് റേറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ലാസ്റ്റ് കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ. കുറച്ച് സാരീസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഈ സാരീസിൽ നമ്മൾ ഓൾറെഡി എല്ലാ ഡീറ്റെയിൽസും എടുത്ത് പറഞ്ഞാണ് ഇതിനകത്ത് സെയിൽ ചെയ്യുന്നത്. അപ്പം 1-2 സാരീസ് അല്ലാത്ത ബാക്കിയെല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള നല്ല മീൻസ് ക്വാളിറ്റി മീൻസ് ഞാൻ പറഞ്ഞത് മിസ്റ്റേക്സ് ഒന്നും വന്നിട്ടില്ലാത്ത സാരീസ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിച്ച 1-2 സാരീസിനകത്ത് 1-2 ചെറിയ മിസ്റ്റേക്സ് വന്നത് നമ്മൾ നോട്ട് ചെയ്താണ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും പറയുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്താണ് ഓരോ വീഡിയോയിലും കാണിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ എപ്പോഴും ഈ ഒരു സബ്സ്ക്രൈബർ കളക്ഷനൊക്കെ ഒരുപാട് സാരീസ് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അങ്ങനെ സ്റ്റഡി ആയിട്ട് സ്റ്റോക്കിലൊന്നും ഒരുപാട് നാൾ ഒരു സാരി ഇരിക്കാറില്ല. നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാ സാരീസും വരുന്നത് പോലെ തന്നെ പെട്ടെന്ന് സെയിൽ ആവാറുണ്ട്. ഇത് സബ്സ്ക്രൈബേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം നമ്മളിപ്പം ഈ ഒരു സെയിൽ തന്നെ നടത്തുന്നത്. കാരണം ക്രിസ്മസിനോടനുബന്ധിച്ചൊക്കെ അവരുടെ സാരീസൊക്കെ പെട്ടെന്ന് സെയിൽ ആവാനായിട്ടാണ് കുറച്ച് റേറ്റ് കുറച്ചാണെങ്കിലും സെയിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോസിൽ കാണിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലും കുറച്ച് സാരീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സാരീസ് നമുക്ക് കാണാം. നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ഓണിയൻ പിങ്ക് കളറിലെ കോട്ടൺ ചെക്കോട്ട സാരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സാരിയിൽ ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ ഒരു സാരി സ്കെച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴോ വന്ന ഒരു ചെറിയ ഡാമേജ് ആണ്. ഇതിനകത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഹാൻഡ് എംബ്രോയിഡറി വർക്കുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് കളർ ആണെങ്കിലും ഡാർക്ക് കളർ ആണെങ്കിലും നമ്മൾ ലൈറ്റ് ആയിട്ട് പെൻസിൽസ് വെച്ച് സ്കെച്ച് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഷാഡോ വർക്ക് സാരിയാണ്. നിറച്ചും നല്ല വലിയ ഡിസൈൻസ് കൊടുത്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷാഡോ വർക്ക് സാരിയാണ്. പക്ഷേ ഈ ഒരു സാരിയിൽ ഒരു കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ഇതിനകത്ത് സ്കെച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാർബൺ പേപ്പറിന്റെ പോലത്തെ ചെറിയ ഒരു ഇങ്ക് മാർക്സ് ഭയങ്കര വിസിബിൾ ആയിട്ടല്ല, ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ വലിയതായിട്ട് വിസിബിൾ അല്ല. എന്നാൽ പോലും ചെറിയ രീതിയിൽ ഈ ഒരു പെൻ്റെ മാർക്ക് ആ ഒരു ചെറിയ രീതിയിൽ ഇതിൻ്റെ ഈ ഒരു പല്ലു പോർഷനിലും അതുപോലെ നമ്മുടെ ആ ഒരു കുത്തുന്ന ഭാഗത്ത് അത് കാണുന്ന ഭാഗത്തല്ല ഡിസൈൻ വന്നത്. പക്ഷേ നമ്മളൊരു സാരി ഞാൻ പറഞ്ഞതുപോലെ കൊടുക്കുമ്പോൾ ഏറ്റവും പെർഫെക്ഷൻ ആയിട്ട് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ടാണ് ഓരോ സാരീസും സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് നമ്മൾ എടുത്ത് പറഞ്ഞ് കാണിച്ച് ഈ ഒരു സാരി സെല് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ടൊരു ഈ ഒരു മഷിയുടെ മാർക്ക് 2 ഭാഗത്ത് വീണിട്ടുള്ള ഒരു സാരിയാണ്. പക്ഷേ ഈ സാരി ഉടുത്ത് വരുമ്പോൾ ഈ ഒരു ഡിഫക്റ്റ് ഭാഗമൊന്നും നമ്മൾ കാണത്തില്ല. ഫ്ലീറ്റഡ് ആവുന്ന സമയത്ത് ഉള്ളിൽ പോകുന്ന ഭാഗം തന്നെയാണ്. ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ സാരി കുത്തി കൊടുക്കുന്ന സമയത്ത് ഇത് ഫ്ലീറ്റ്സിനുള്ളിൽ പോകുന്ന ഭാഗമാണ്. നമ്മൾ ആ ഒരു ഡിസൈൻ ഭാഗം മാത്രമേ ഫ്രണ്ടിൽ കാണത്തുള്ളൂ. നല്ല വലിയ 2 ഡിസൈൻസ് ആണ് ഇതിൻ്റെ പല്ലു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിലാണെങ്കിലും നല്ല വലുപ്പത്തിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. ഇത് കണ്ടോ, ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ വലിയ 2 ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലെ ഡിസൈൻ വരുന്നത്. അത് കഴിഞ്ഞ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലാണ് നെക്സ്റ്റ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴും സെയിം സൈസിൽ വരുന്ന ഒരു ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷൻ കഴിഞ്ഞ് വരുന്നിടത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഇങ്ക് മാർക്ക് വീണ്ടും രണ്ടാമതായിട്ട് കാണുന്നത്. ഇത് കണ്ടോ, വീഡിയോയിൽ എത്രമാത്രം ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല. ഇത് ചെറിയത് ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇത് ഡ്രൈ ക്ലീൻ ചെയ്യുവോ അല്ലെങ്കിൽ വാഷ് ചെയ്യുവോ എന്തെങ്കിലും സ്റ്റെയിൻ റിമൂവർ യൂസ് ചെയ്ത് വാഷ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റെയിൻ മാർക്ക് പോകാമായിരിക്കും. പക്ഷെ നമ്മളത് അങ്ങനെയൊന്നും ചെയ്ത് നോക്കുന്നില്ല. നമ്മളിതിങ്ങനെ തന്നെ സെയിൽ ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സാരി വളരെ ഓഫർ പ്രൈസിലാണ് സെയിൽ ചെയ്യുന്നത്. ഇത്രയും വലിയ ഡിസൈൻസ് ഉള്ള ഷാഡോ വർക്ക് സാരി നമ്മളിതിപ്പം 1250 റുപ്പീസിനാണ് കൊടുക്കുന്നത്. നോർമലി ഇത്രയും സൈസിൽ വരുന്ന 5 ഡിസൈനുള്ള ഒരു ഹാൻഡ് എംബ്രോയിഡറി സാരി നമുക്ക് ഈ ഒരു റേഞ്ചിൽ ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഇങ്ങനെ 2 മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഈ ഒരു സാരി ഇപ്പം ഈ ഒരു പ്രൈസിന് ചെയ്യുവാണ്. നമുക്ക് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റെയിൻ റിമൂവറോ ഡ്രൈ ക്ലീനിങ്ങോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മാർക്ക് പോകുന്നതാണ്. എന്നാലും ഈ പറഞ്ഞ പോലെ നമ്മൾ അതങ്ങനെ അതിന് ഗ്യാരണ്ടി ഒന്നും നമുക്ക് തരാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഈ ഒരു സാരി വാങ്ങിക്കാവുന്നതാണ്. ഈ ഒരു സാരി നമുക്ക് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു പീച്ച് കളറിലെ സിൽക്കി കോട്ട സാരിയാണ്. നൈലോൺ കോട്ട എന്ന് പറയുന്ന ആ ഒരു സിൽക്കി കോട്ട മെറ്റീരിയലാണ് ഇത് വരുന്നത്. നമ്മുടെ കോട്ടൺ ചെക്കോട്ടയുടെ സെയിം ചെക്ക് പാറ്റേൺ വരുന്ന സിൽക്കി കോട്ട ചെക്ക് സിൽക്ക് എന്നൊക്കെ പറയുന്ന ഒരു മെറ്റീരിയലാണ്. ഇത് നൈലോൺ മിക്സ് ആണ് ഈ ത്രെഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ നൈലോൺ കോട്ട എന്ന് ഇതിനെ പറയാറുണ്ട്. ഈ ഒരു മെറ്റീരിയൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിനകത്ത് കസൂത്തി വർക്കാണ് ചെയ്തിരിക്കുന്നത്.
കസൂത്തി വർക്ക് ഒരു മെറൂണും ഓറഞ്ചും കോമ്പിനേഷനിലാണ് ഈ ഒരു PHD വർക്ക് കൊടുത്തിരിക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ഡിസൈൻസ് ചെയ്തിരിക്കുന്ന ഒരു സാരിയാണ്. പല്ലു പോർഷനാണ് ഈ കാണുന്നത്. പല്ലു പോർഷനിൽ 2 ലൈൻസ് പോലെയും അതുപോലെ 2 ബോർഡറിലോട്ടും ഫുള്ളായിട്ടും ഈ ഒരു ഡിസൈൻ വരുന്നത് പോലെയാണ് ഇതിൻ്റെ പല്ലു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും ഇതിൻ്റെ പല്ലു പോർഷൻ ഫുള്ളായിട്ടും ഡിസൈൻ വരുന്നത് പോലെയും, അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇതിൻ്റെ 2 ബോർഡേഴ്സിലും നമ്മൾ കാണുന്ന 2 ബോർഡേഴ്സിലും ഡിസൈൻ വന്നിട്ടുണ്ട്. ഇതുണ്ടോ, 2 ബോർഡേഴ്സിലും ഡിസൈൻ വന്നിട്ടുണ്ട്. നമ്മൾ ഉടുത്ത് വരുമ്പോഴത്തേനും കാണുന്ന ഭാഗത്ത്, അതായത് ചെസ്റ്റ് പോർഷൻ്റെ ഇവിടെ കുത്തുന്ന ഭാഗം വരെയും മറ്റേ ഭാഗത്ത് അങ്ങ് ലെഗ് പോർഷൻ വരെയും ഡിസൈൻ വരുന്നത് പോലെയാണ് ഈ ഒരു സാരി ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഒരു സാരിയും ഇപ്പം നമുക്ക് ഡിസ്കൗണ്ട് സെയിലിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു സാരിയുടെ നോർമൽ റേറ്റ് വെച്ച് നോക്കുമ്പോഴത്തേനും ഒരുപാട് ഈ ഒരു ഇത്രയും ഹാൻഡ് വർക്ക് ഇത്രയും രീതിയിൽ ഈ ഒരു സാരിയിൽ ചെയ്തെടുക്കുമ്പോഴത്തേനും വളരെ എക്സ്പെൻസീവ് ആയിട്ട് വരുന്നൊരു സാരി തന്നെയാണ്. ഈ ഒരു സാരി നമുക്കിപ്പം 1995 rupees അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ബ്ലൂ കളറിലെ ഒരു സിൽക്കിൻ്റെ തന്നെ ഒരു ബ്ലെൻഡഡ് സിൽക്ക് മെറ്റീരിയലാണ്. സെൽഫ് ആയിട്ടുള്ള ഡിസൈൻ വരുന്ന ഒരു സിൽക്ക് മെറ്റീരിയലാണ്. അത്യാവശ്യം ഇച്ചിരി കട്ടിയുള്ളൊരു ഫാബ്രിക് തന്നെയാണ്. ഇതിനകത്ത് മിഷൻ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിനകത്തൊരു റോയൽ ബ്ലൂവും പിങ്കും മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മിഷൻ എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ല വലിയ സൈസിലുള്ള ഒരു ഡിസൈനാണ്. ഇതിൻ്റെ പല്ലുവിൻ്റെ ഉൾവശത്ത് വരുന്ന എൻഡിലാണ് ഈ ഒരു ഡിസൈൻ ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ ഒരു ഡിസൈൻ. ഓൾറെഡി ഈ സാരിയുടെ ഫുൾ ബോഡിയിലും ഇതുപോലെ സെൽഫ് വീഡിയോയിൽ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. സെൽഫായിട്ടുള്ളൊരു ഓൾറെഡി ഒരു ഡിസൈൻ ഉണ്ട് ഈ ഒരു മെറ്റീരിയലിൽ. അതുകൂടാതെയാണ് ഇതിനകത്ത് ഈ എംബ്രോയിഡറി വർക്ക് വരുന്നത്. വളരെ നല്ല കോൺട്രാസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് കാണാവുന്നത് പോലെ ഇതാണ് പല്ലുവിൻ്റെ മെയിൻ എൻഡിൽ വരുന്ന ഡിസൈൻ. നല്ല വലുപ്പത്തിൽ തന്നെയുള്ളൊരു പാറ്റേണിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഈ സാരിയിൽ നെക്സ്റ്റ് ചെസ്റ്റ് പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഈ സൈസിൽ വരുന്നത് പോലത്തെ 2 ഡിസൈൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ 2 ഡിസൈൻസ് ആണ്. ഈ സാരിയൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. നെക്സ്റ്റ് ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴും ലെഫ്റ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴും 2 ഡിസൈൻസ് പോലെയാണ് ഈ ഒരു സാരിയിൽ വരുന്നത്. ഇങ്ങനെ 2 ഡിസൈൻസ് ആണ് ഈ ഒരു സാരിയിൽ. ഇത് നോർമലി ഫ്ലീറ്റ്സിനിടയ്ക്കായിരിക്കും ഒരു ഡിസൈൻ വരുന്നത്. ലെഫ്റ്റ് ലെഗ് പോർഷൻ വരെ വരാൻ സാധ്യതയില്ല. അങ്ങനെ ഇത്രയും ഡിസൈൻസ് വരുന്ന ഒരു സാരിയാണ്. ഈ ഒരു സാരി നമുക്കിപ്പം റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് ഡിസ്കൗണ്ട് സെയിലിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത് 1200 rupees ആണ്. നെക്സ്റ്റ് നമ്മൾ വീണ്ടും കാണിക്കുന്നത് ഈ ഒരു സിൽക്കി കോട്ട ഫാബ്രിക്കിൽ വരുന്ന ഒരു സാരിയാണ്. ഇതൊരു ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു ടൈപ്പ് സാരിയാണ്. ഇതിൻ്റെ ലാസ്റ്റ് 2 പീസായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സാരി ഡിസ്കൗണ്ടിൽ കാണിക്കുന്നത്. വളരെ ട്രെൻഡിങ് ആയിട്ട് ഒത്തിരി സെലിബ്രിറ്റീസ് ആണെങ്കിലും ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഒക്കെ കൊടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു പാറ്റേൺ സാരിയാണ്. നൈലോൺ കോട്ടയിൽ ഡിജിറ്റൽ പ്രിന്റും അതിനോടൊപ്പം ഈ ഒരു ഗോൾഡൻ കളറിലെ ഹൈലൈറ്റും ഒക്കെ വരുന്നൊരു പാറ്റേണിൽ വരുന്നൊരു സാരിയാണ്. ഇതൊരു ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ലൈറ്റ് ബ്ലൂവിൽ ഡാർക്ക് ബ്ലൂവിൻ്റെ ഷെയ്ഡ്സിൽ ഡിസൈൻ വരുന്നതാണ്. ഇതിൻ്റെ പല്ലു പോർഷനാണിത്. പല്ലു പോർഷനിൽ നല്ല വലിയ വലിപ്പത്തിൽ ഇതിൻ്റെ പല്ലു പോർഷനിൽ മാത്രമായിട്ടുള്ള ഡിസൈൻ കിടക്കുന്നത്. നമ്മുടെ ഒരു ചെസ്റ്റ് പോർഷൻ തൊട്ട് ഇപ്പം ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഇതിൻ്റെ പല്ലു പോർഷനാണ്. ഇത് തിരിച്ചു പിടിച്ച് ഇതിൻ്റെ ചെസ്റ്റ് പോർഷൻ തൊട്ട് ഇത് കണ്ടതുപോലെ ഈ ഒരു ഫ്ലവർ പാറ്റേൺ ഇതുപോലെ സ്കാറ്റർ ചെയ്ത് വലിയ വലിപ്പത്തിൽ കിടക്കുന്ന ഒരു സാരിയാണ്. നമ്മൾ സിംഗിൾ ഫ്ലീറ്റിലായിട്ടാണെങ്കിലും അതുപോലെ നമുക്ക് ഈ ഒരു 2 ഫ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു ലേസി ഫ്ലീറ്റ്സ് ഒക്കെ ഇടുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. നല്ല ഒതുങ്ങി കിടക്കുന്ന ഒഴുകി കിടക്കുന്ന പാറ്റേണുമാണ്. ഇപ്പം യങ്സ്റ്റേഴ്സിനൊക്കെ ആണെങ്കിലും ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ്. നിങ്ങൾ ഒരുപാട് ഈ ഒരു പാറ്റേൺ സാരീസ് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീഡിയോസിലാണെങ്കിലും ഒരുപാട് എൻക്വയറീസ്, നമുക്ക് ഇതിൻ്റെ ഒരുപാട് കളർ കോമ്പിനേഷൻസും ഉണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ലാസ്റ്റ് 2 പീസ് മാത്രം നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ ഈ ഒരു സാരി കാണിക്കുവാണ്. ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് ഉണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബ്ലൗസ് പാറ്റേൺ വരുന്നത്. കുറച്ചും കൂടി ഒരു ഡാർക്കർ ഷെയ്ഡിലോട്ട് വരും ബ്ലൗസ് വരുമ്പോൾ. ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും ബോഡി പോർഷനിലും ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് പോലെയാണ് ബ്ലൗസ് വരുന്നത്. ഈ ഒരു സാരി നമുക്ക് വളരെ ഓഫർ പ്രൈസിൽ ഇപ്പം നമ്മൾ 1250 rupeesന് ഡിസ്കൗണ്ട് സെയിലിൽ ഇടുവാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ഷെയ്ഡും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള 2 ഷെയ്ഡും ഓരോ പീസസ് മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ ഒരുപാട് പീസസും ഒരുപാട് കളർ ഷെയ്ഡ്സും നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡിൽ വയലറ്റ് ഡിസൈൻ വരുന്ന ഒരു പാറ്റേൺ കൂടെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതുപോലെയാണ് ഈ സാരിയുടെ പല്ലു പോർഷൻ വരുന്നത്. ഇതുപോലെ നിറച്ചും ആ ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഉണ്ടോ,
നല്ല ഭംഗിയായിട്ട് ഉടുത്ത് വരുമ്പോഴത്തേനും ഈ ഒരു ഡിസൈൻ വരുന്ന പോലെയാണ്. ഇതിൻ്റെ ചെസ്റ്റ് പോർഷൻ തൊട്ട് തുടങ്ങുന്നത് പോലെ ഞാൻ നേരത്തെ പറഞ്ഞ സാരി പോലെ തന്നെ ചെസ്റ്റ് പോർഷൻ തൊട്ട് തുടങ്ങുന്നത് പോലെ ഈ ഡിസൈൻ വന്നിട്ടുണ്ട്. ഈ ഒരു സാരിയുടെ ഇടവശത്തും, അതായത് നമ്മൾ ബോഡി പോർഷനിൽ പ്ലീറ്റ് ഇടുന്ന സമയത്തൊക്കെ ഇടയ്ക്കൂടെ ഒക്കെ ഡിസൈൻസ് വന്നിട്ടുണ്ട്. നേരത്തെ കാണിച്ച സാരീനേക്കായി കൂടുതലായിട്ട് ഡിസൈൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു നമ്മൾ ആ ഫ്ലീറ്റ് ഇടുന്ന ഭാഗത്ത് മീൻസ് താഴേന്ന് വരുന്നത് പോലെയും കുറേ ഫ്ലവർ ഡിസൈൻസ് ഈ ഒരു സാരിയിൽ വരുന്നുണ്ട്. അതുപോലെ ഇതിനകത്ത് ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് വരുന്നത്. ഇതുപോലെ സ്ലീവ്സിൽ ബാക്ക് പോർഷനിലും അതുപോലെ ഡിസൈൻ വരുന്ന രീതിയിലാണ് ഇതിനകത്ത് ഈ ഒരു ബ്ലൗസ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് അറ്റാച്ച്ഡ് ആയിട്ട് ബ്ലൗസ് വന്നിരിക്കുന്നത്. സെയിം ഫാബ്രിക്കിൽ ഈ ഒരു ബ്ലൂ പ്രിന്റോട് കൂടിയാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. ബ്ലൗസിന്റെ സ്ലീവില് ഇതുപോലെ ചെറിയ ഡിസൈൻസും അതിന്റെ ബാക്ക് പോർഷനിൽ കൊടുക്കാവുന്ന പോലെയാണ് ഞാൻ നേരത്തെ കാണിച്ചു. ഈ ഒരു വലിയ ഡിസൈൻ വരുന്നത് പോലെ ഫുൾ ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഒരു പാറ്റേണിലാണ് ഈ ഒരു ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് 1250 റുപ്പീസ് ആണ്. ഈ രണ്ട് സാരീസ് ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും സാരീസ് ആണ് നമ്മുടെ ഈ ഡിസ്കൗണ്ട് സെയിൽ ഓഫർ സെയിലിൽ നമ്മൾ കാണിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും സാരീസ് വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ കഴിവതും ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ടോ വോയിസ് മെസ്സേജസ് ആയിട്ടോ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് കൂടുതൽ കൺവീനിയൻസ്. അപ്പം കൂടുതലായിട്ടുള്ള പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. നമ്മൾ ക്രിസ്മസിനോടുള്ള ഒരുപാട് കളക്ഷൻസ് ഹാൻഡ് എംബ്രോയിഡറിയിലാണെങ്കിലും അതുപോലെ മിഷൻ എംബ്രോയിഡറിയിലും ഹാൻഡ് പിക്ക് കളക്ഷനിലും സബ്സ്ക്രൈബർ കളക്ഷനിലും ഒക്കെ ഒരുപാട് പുതിയ കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. വരുന്ന വീഡിയോകളിൽ നമുക്ക് അതൊക്കെ കാണാം. നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.